ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു വെജ് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് നോക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പച്ചക്കറികളൊക്കെ ഒരുപാട് ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ബീൻസ്, സവോള, ക്യാരറ്റ് ഇതൊക്കെയാണ്. ഒക്കെ നന്നായിട്ടൊന്ന് നുറുക്കിയെടുക്കണം. ഒരു ചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും ചേർക്കുകയാണ്. ഏത് പച്ചക്കറി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഓയിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ വെളിച്ചെണ്ണയുടെ ഒരു മണം വരുമ്പോൾ കറക്റ്റ് ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടില്ല. ഇനി പച്ചക്കറികളൊക്കെ നന്നായിട്ട് വഴറ്റിയിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 3/4 ഭാഗത്തോളമാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. എന്നിട്ടൊന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം ആണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തണുപ്പിച്ച് ചേർത്തില്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേവിച്ചതിന് ശേഷം ഊറ്റി വെച്ചിട്ട് നമ്മളത് നന്നായി തണുപ്പിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സോയാ സോസാണ്. ഏകദേശം ഒരു സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു എരിവിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പച്ചക്കറിയിൽ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് എടുക്കണം. ചില്ലി സോസ് ഉള്ളവർ ചില്ലി സോസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. കുരുമുളക് പൊടി ഇട്ടാൽ നല്ല ഫ്ലേവർ തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെജ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് മുട്ട വറുത്തത് ചേർത്ത് കൊടുക്കാം, ചിക്കൻ വറുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല നോൺ വെജ് ഫ്രൈഡ് റൈസ് ലഭിക്കും. ഇതിപ്പോൾ ഞാൻ വെജ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്